എങ്ങനെയുണ്ട് നമ്മുടെ വനമാല? നമുക്ക് നമ്മുടെ കാശ് കിട്ടണം, അത്ര തന്നെ. മുടക്കിയ കാശിന്റെ 5 ഇരട്ടി മുതലും പലിശയും മനസ്സിൽ കണ്ടോണ്ടാ ഞാൻ ഈ കച്ചവടത്തിന് ഇറങ്ങിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം, കഴിഞ്ഞ തവണ എനിക്ക് ഉണ്ടായതിനേക്കാൾ ഭൂരിപക്ഷം മുന്നിൽ തന്നെ. ഭയങ്കര തൃശ്ശൂർ ഇളകി മറിയും. അതുകൊണ്ട് ഇരിക്കൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ജനസമ്മതനും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനുമായ മാമച്ചനെ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡൽഹിയിലെക്കാർ ഓർത്തിട്ടാണോ? നീ വിഷമിക്കണം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്നെ ഇരിക്കൂറുകാർക്ക് വേണോടാ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല, കാരണം ഞാൻ ജയിച്ചല്ലേ. നിന്നെ ഞാൻ ജയിപ്പിക്കും മാമച്ച. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ലഭിച്ചു. അപ്രതീക്ഷിതമായാണ് വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മുരളീധരൻ മത്സരിക്കാനെത്തുന്നത്. അഞ്ജുരാജ്, കേൾക്കാമോ? തുടങ്ങിയിരിക്കുന്നത് അല്പം മുമ്പാണ് കോഴിക്കോട്. തൃശ്ശൂർ ലോക്സഭയിൽ നാട്ടിക, ഗുരുവായൂർ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഡീല് പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം ഞാൻ മിനിഞ്ഞാന്ന് ഞങ്ങൾ ഇലക്ഷൻ്റെ ബൂത്ത് തല അവലോകനം നടത്തിയപ്പോൾ ഈ 2 നിയോജക മണ്ഡലങ്ങളിലാണ് ഇത് പ്രകടമായിട്ട് കാണാൻ കഴിഞ്ഞത്. മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ CPM നേതാക്കന്മാരുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും. അതല്ലാതെ ഈ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്കൊരു തലവേദന ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് ആദ്യമില്ല. ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കിടന്ന് ജയിക്കുന്നവരെ ദോഷങ്ങൾ കണ്ടുപിടിക്കും. ഞാൻ അങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല. ഏതായാലും അങ്ങനെ മോശപ്പെട്ട റിസൾട്ടിന് ഒട്ടും സാധ്യതയില്ല. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവാക്കി നിയോഗിച്ചിട്ടുള്ള അന്തം കമ്മികൾ, ചൊറിയൻ മാക്രി കൂട്ടങ്ങൾ വരൂ, ട്രോൾ ചെയ്യൂ. ഒരു നരേന്ദ്രൻ വടക്ക് നിന്ന് തെക്കോട്ടിറങ്ങി വന്ന് കേരളം ഞാൻ എടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ ഗോവിന്ദനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുതലാളിയും മനസ്സിലാക്കിക്കോളൂ, കേരളം എടുത്തിരിക്കും.